നമസ്കാരം. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളും പിടിവലികളും പിടിവാശികളും ഒക്കെ കണ്ടിട്ട് പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും ഒക്കെ ഇതാ അങ്ങനെ മൂക്കത്ത് കൈവച്ചിരിക്കുകയാണ്. ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം അധികാരമില്ലാതിരുന്ന ആളുകൾ, കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നവർ ഇപ്പോൾ ആ ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾ നന്നാവില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ ആ പഴയ UDF-കാർ തന്നെയാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ ഓരോ രീതിയിലുള്ള നീക്കങ്ങളും ഓരോ പ്രവൃത്തികളും. അതായത് UDF 102 സീറ്റിൽ വലിയ രീതിയിൽ തന്നെ ജയിച്ചു കയറി എന്ന് പറഞ്ഞുണ്ടാക്കിയ ശോഭ കെട്ടിരിക്കുന്നു. ഇതിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഞങ്ങൾ ജയിപ്പിച്ചു വിടില്ലായിരുന്നു എന്ന് ജനങ്ങൾ പറയുന്ന കാഴ്ച, പ്രവർത്തകർ പോലും ഇതാണ് നമ്മളെ ജനം തിരഞ്ഞെടുക്കാത്തതെന്ന് പോലും പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. CR മഹേഷിനെ പോലുള്ള MLA-മാരൊക്കെ എന്താണ് പറഞ്ഞതെന്ന് അറിയൂ. അതായത് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുതെന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് തർക്കം ഉടനീളം പ്രകടമാണ്. ഞങ്ങൾ ഗ്രൂപ്പിസം ഇല്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഗ്രൂപ്പ് തർക്കം കാണുകയാണ്. KC പറഞ്ഞു എനിക്കൊപ്പം ഇത്ര ആൾക്കാരുണ്ട്, BD പറഞ്ഞു എനിക്കൊപ്പം ഇത്ര ആൾക്കാരുണ്ട്, ചെന്നിത്തല പറയുന്നു എനിക്ക് ഒപ്പം ഇത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ നീളുകയാണ്. എന്നാലും സാധ്യത ആർക്കാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. സാധ്യത അത് വി.ഡി. സതീശന് തന്നെയാണ്. തീർച്ചയായും അത് വി.ഡി. സതീശന് അർഹതപ്പെട്ട സീറ്റാണെന്ന് ഞാൻ പറയും. KCക്ക് അർഹതപ്പെട്ട സീറ്റല്ല എന്ന് പറയുക തന്നെയും. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. അതായത് നമുക്കറിയാമല്ലോ, പ്രതിപക്ഷം ശക്തമായതുകൊണ്ടോ അല്ലെങ്കിൽ ഭരണപക്ഷം പരാജയമായതുകൊണ്ടോ ഒന്നുമല്ല UDF-ന് ഇക്കുറി 102 സീറ്റുകൾ ലഭിച്ചത്. ചക്കയിട്ടപ്പോൾ മൊയില് ചത്തു എന്ന് പറയുന്നത് പോലെ അങ്ങനെ കിട്ടിയതാണ് ഈ 102 സീറ്റുകളും UDF-ന്. അതായത് വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ എല്ലാ നുണകളും ജനങ്ങളുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ്. വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷമായി പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ സർക്കാരിനെതിരെയും ഒക്കെ നടത്തിയ ഓരോ ആരോപണങ്ങളും ഓരോ പെരുനുണകളും ഒക്കെ സത്യമെന്ന രീതിയിൽ മാധ്യമങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന് കിട്ടിയ ഒരു മാർക്കാണ് ഈ 102 സീറ്റ് എന്നുള്ളതാണ്. വി.ഡി. സതീശന്റെ എല്ലാ രീതിയിലുള്ള നുണയടികളും അത് സക്സസ് ആയി. ആ നുണയടിയിൽ പിണറായി വിജയനെതിരെ വലിയൊരു വിരുദ്ധ വികാരമുണ്ടായി, LDF-നെതിരെ ഒരു വിരുദ്ധ വികാരമുണ്ടായി. ഈ സർക്കാരിന്റെ ഒരു ശോഭ കെടുത്താൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഓരോ രീതിയിലുള്ള നുണയടിക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നുണ പറഞ്ഞാണെങ്കിൽ പോലും ഈ 102 സീറ്റ് ഒപ്പിച്ചെടുത്ത വി.ഡി. സതീശൻ തന്നെയാണ് ആ ഒരു കസേരയിൽ ഇരിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പലതും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനും ആ രീതിയിൽ നുണയടിക്കാനും ഒക്കെ സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. 2-3 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒന്ന്, KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് അവർ പടച്ചുവിട്ടത്. ഇപ്പൊ വന്ന് അത് ചില ദിവസങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരണമൊക്കെ ആയിട്ട് കുറെ വെട്ടുക്കിളികൾ വന്നിട്ടുണ്ട്. എന്തോ ആകട്ടെ, അപ്പോൾ ഈ സൗജന്യ യാത്ര എന്ന് കേട്ടപ്പോൾ തന്നെ പല ആളുകൾ എടുത്തു ചാടി. എന്നാൽ ആ മേഖല ഇങ്ങനെ വനിതകൾ സൗജന്യ യാത്ര നടത്തിയാൽ തകർന്നു വീഴും എന്ന് വളരെ വ്യക്തമായി തന്നെ LDF ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ അതിലൊന്നും ഈ പറയുന്ന ആരും വീണില്ല. എല്ലാവരും UDF-ന്റെ നുണയടിയിലാണ് പോയി വീണത്. അപ്പോൾ ഈ സൗജന്യ യാത്ര തുടങ്ങുന്നതോടുകൂടി തന്നെ ഈ മേഖല, KSRTC മേഖല തകർന്നു പോകും. ഇനിയിപ്പോൾ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വട്ടം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പറയാനുള്ള എന്തെങ്കിലുമൊക്കെ നുണയൊക്കെ സതീശൻ കരുതി വെച്ചിട്ടുണ്ടാകും. അപ്പോ ആ നുണയടിയിൽ ജനങ്ങൾ വീണു. രണ്ടാമത്തെ നുണയടി എന്താണ്? ഞങ്ങൾ 3000 രൂപ പെൻഷൻ തരുമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 600 രൂപ പോലും 34 ലക്ഷം ആളുകൾക്ക് പോലും കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയാത്തവർ, 18 മാസം കുടിശ്ശിക വരുത്തിയവരാണ് പറയുന്നത് ഞങ്ങൾ 3000 രൂപ വെച്ച് തരുമെന്ന് പറഞ്ഞത്. പിണറായി വിജയൻ സർക്കാർ 1 മാസം പോലും മുടങ്ങാതെ കറക്റ്റായിട്ട് 2000 രൂപ കൊടുത്ത കാഴ്ച നമ്മൾ കണ്ടു. ഈ തവണ ജയിച്ചിരുന്നെങ്കിൽ ഇനിയും കൂട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 3000 രൂപ എന്ന് പറയുന്ന ആ സംഗതിയിൽ, ആ നുണയടിയിൽ എന്തായാലും ജനങ്ങൾ വീണു. അത് കൊടുക്കുമല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും കൊടുക്കാനുള്ള സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല. മുൻകാലങ്ങളിൽ നമ്മൾ അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയാത്തത് വി.ഡി. സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. വി.ഡി. സതീശന്റെ എത്തരത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെയും നുണയടികളിലൂടെയും ഒക്കെ ജനങ്ങൾ മുഴുവൻ UDF-ന് അനുകൂലമായി നിന്ന് വോട്ടൊക്കെ ചെയ്ത് എല്ലാവരെയും ജയിപ്പിച്ച് എന്തായാലും സഭയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ് പൊതുവെ ഘടകകക്ഷികൾ അടക്കം പറയുന്നത്, സതീശൻ കറക്റ്റ് ആയിട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാം സതീശന്റെ ഗംഭീര ഗെയിം ഒക്കെ ഏറ്റുന്നു, അതുകൊണ്ട് സതീശനായ മതി എന്നാണ് പറയുന്നത്. പക്ഷെ കെ.സി. വേണുഗോപാൽ പക്ഷം, ഈ മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകളൊന്നും അത് പറ്റില്ല എന്ന രീതിയിലേക്ക് നിൽക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ ആകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കെ.സി. വേണുഗോപാല് സത്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറിയാമല്ലോ, രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റൊക്കെ രാജിവെച്ചാണ് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചാണ് ജയിച്ച് ലോക്സഭയിൽ എത്തുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അവിടെ രാജിവെച്ചപ്പോൾ അവിടെ ആ രാജ്യസഭാ സീറ്റ് ആർക്കാണ് കിട്ടിയത്? BJP-ക്കാണ്. രവനീത് സിംഗ് ബിറ്റു എന്ന് പറയുന്ന BJP
നേതാവ് ജയിച്ച് MP ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ എവിടെ KC വേണുഗോപാൽ കാലുകുത്തിയാലും ഗുണം കിട്ടാറുള്ളത് BJPക്കാണ്. ഇപ്പൊ ആലപ്പുഴയിൽ വീണ്ടും ബൈ ഇലക്ഷൻ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് KC വേണുഗോപാൽ നടത്തുന്നത്. നോക്കൂ, അവിടുന്ന് ജയിച്ച ആ തോമസ് എന്ന് പറയുന്ന എന്താ പറയാ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് MLA ആയിട്ടിരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല അല്ലെ. ഇനിയിപ്പോ ഇങ്ങനെ ഒരു മോഹം KCക്ക് ഉണ്ടായിരുന്നു, KCക്ക് അവിടെ മത്സരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ തോമസിനെ രാജിവെപ്പിച്ച് ശേഷം അവിടെ KC വേണുഗോപാൽ മത്സരിച്ച് ഒക്കെ അവിടെ എത്താനുള്ള പരിപാടിയാണ് കാണുന്നത്. KC മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ബൈ ഇലക്ഷൻ വരും. അങ്ങനെ ബൈ ഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ജയിച്ച് പോകാൻ സാധ്യത ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പല ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ഇനി അതിനുവേണ്ടിയുള്ള നീക്കമാണോ എന്ന് പോലും പലരും പറയുന്നുണ്ട്. കാരണം ആള് KC വേണുഗോപാലാണ്. പുള്ളി എവിടെ കാലുകുത്തിയാൽ അറിയാമല്ലോ. നേരത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ പോയി കാലുകുത്തി. കോൺഗ്രസ് ആയിരുന്നു അതുപോലെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്. മൂപ്പര് നല്ല രീതിയിൽ ഇടപെടൽ കാരണം പല ഇടങ്ങളിലുമൊക്കെ എന്താണ് സംഭവിച്ചത്, പല സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത്, പല സംസ്ഥാനങ്ങളല്ല മൊത്തത്തിൽ കോൺഗ്രസ് തകർന്ന തരിപ്പണമായി BJPയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ നല്ല രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് KC വേണുഗോപാൽ. അപ്പൊ KC വേണുഗോപാൽ സത്യത്തിൽ കേരളം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ BJPക്ക് വലിയ ഗുണമായിരിക്കും. BJPക്കാർ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണേ എന്ന് തന്നെയായിരിക്കും. തമ്മി ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഒരു പക്ഷേ VD സതീശൻ തന്നെയാകും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല രമേശ് ചെന്നിത്തല ആണെങ്കിലും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ പൂർണ്ണ പരാജയമായിരിക്കും. അത്യാവശ്യമൊക്കെ നുണ പറഞ്ഞു നിൽക്കാനും അത്യാവശ്യം നുണയടികളൊക്കെ നടത്തണമെങ്കിലും നമ്മുടെ സതീശിനൊപ്പം അല്ലെങ്കിൽ സതീശിന് അത്രയും ഉയർന്നു വരാൻ ഇവർ രണ്ടുപേരും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി VD സതീശൻ എന്താണ് പറയുന്നത്? എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ എനിക്ക് വേറെ മന്ത്രിസ്ഥാനമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഇദ്ദേഹം BJPയിലേക്ക് വരെ പോകുമോ എന്നുള്ള ഭയം പലർക്കും ഉണ്ട് കേട്ടോ. മാത്രവുമല്ല VD സതീശനെ പോലെ ഒരു വ്യക്തി പട നയിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അധികാരം കിട്ടിയതെന്നൊക്കെ പലരും വാദിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം നടക്കാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ഇദ്ദേഹം പക വീട്ടാൻ വേണ്ടിയാവും കൂടുതലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു അധികാരം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം ജയിച്ച ശേഷം ഒന്നും മറക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഒരു നല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊരു 6 മാസത്തിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇദ്ദേഹം നിരന്തരം പക തീർത്തുകൊണ്ടേയിരിക്കും. ഇന്ന് തന്നെ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി കസേരയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴും മാധ്യമങ്ങളോട് ഇദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല, വഴി മാറുന്നാണ് പറയുന്നത്. ഇതിപ്പോ പിണറായി വിജയനാണ് പറഞ്ഞിരുന്നെങ്കിൽ കടക്കുപുറത്ത് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ VD സതീശനായതുകൊണ്ട് അത് വാർത്തയല്ല, ഞാൻ മാധ്യമങ്ങളിൽ അത് കാണുകയായിരുന്നു. മാത്രമല്ല VD സതീശൻ മുഖ്യമന്ത്രി ആയ ശേഷം VD സതീശൻ പറഞ്ഞോളം വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു രീതിയിലുള്ള നടപടി സ്വീകരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അപകടങ്ങളുടെ ഒരു വലിയ കടൽ തന്നെയാകും. പല വീടുകളിലും പല കുട്ടികൾക്കും ഒക്കെ പല ആക്സിഡന്റുകൾ സംഭവിക്കാനും മരണങ്ങൾ സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ഈ മോഡിഫൈ ചെയ്യുന്നത് കൂടുതൽ ഈ പിള്ളേരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. എന്തായാലും മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നല്ലത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയൊക്കെ ആണെങ്കിലും പല നുണയടി നടത്തിയാണെങ്കിലും അധികാരത്തിൽ വന്നതെങ്കിലും ഇനിയുള്ള ഈ 5 വർഷം നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. വിമർശിക്കാൻ ഉള്ള അവസരം അത് കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. വിമർശിക്കുന്നവരെ മുഴുവൻ അങ്ങ് തീർത്തു കളയാമെന്നുള്ള നിലപാടുകളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്.